എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ? അതുമല്ലെങ്കിൽ ഒരുപാട് കാലം ജോലി ചെയ്തിട്ട് ഇപ്പോഴും 1-2 മാസം ശമ്പളം പോലും അക്കൗണ്ടിൽ നീക്കിയിരിപ്പില്ലാത്തവരാണോ? ആലോചിച്ച് നോക്കിയുണ്ടോ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത്? നമുക്ക് പറയാൻ നമ്മുടേതായ കുറേ കാരണങ്ങളുണ്ടാകും. നമ്മുടെ കുറഞ്ഞ വരുമാനത്തെക്കുറിച്ചിട്ട്, കുറഞ്ഞ ശമ്പളത്തെക്കുറിച്ചിട്ട്, അതുമല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന നമ്മുടെ ചിലവുകളെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതകളെക്കുറിച്ചിട്ട്, അങ്ങനെ നമുക്ക് പറയാൻ നമ്മുടേതായ ഒരുപാട് കാരണങ്ങളുണ്ടാകും. പക്ഷെ അതാണ് യഥാർത്ഥ കാരണം. നമുക്ക് ചുറ്റുമുള്ള നമ്മളെക്കാളും വരുമാനം കുറവുള്ള ഒരുപാട് പേര് കുറച്ചൊരു ഭംഗിയായിട്ട് ഫിനാൻസ് മാനേജ് ചെയ്യുകയും സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത്? അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: മണി മാനേജ്മെൻറ്റ്. ഈ മണി മാനേജ്മെൻറ്റ് പറ്റുന്ന നമ്മുടെ വീഴ്ചകളാണ് നമ്മുടെ ഈ സിറ്റുവേഷൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ മണി മാനേജ്മെൻറ്റ്, ഇതെങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഈ മണി മാനേജ്മെൻറ്റ് പറയുന്നത് നമ്മുടെ വരുമാനത്തെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്ന് നമ്മൾ കേപ്പബിൾ ആക്കുന്ന കുറച്ച് കൺസെപ്റ്റ്സാണ്. ഇതിന് പ്രധാനമായിട്ടും 4 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമതായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്, രണ്ടാമത് ഡെപ്റ്റ് മാനേജ്മെൻറ്റ്, മൂന്നാമതായിട്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, നാലാമതായിട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 4 കാര്യങ്ങളിൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫിനാൻഷ്യൽ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡം.